ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ നടക്കുന്നതായ ഒരു ബൈബിൾ പഠനമുണ്ട്. അത് വെറും ഒരു അക്ഷരത്തിൻ്റെ പഠനമായിട്ടല്ല, ചരിത്ര പഠനമായിട്ടല്ല, ബുദ്ധിയുടെ പഠനമായിട്ടല്ല, അതിലുപരിയായി ഒരു സ്പിരിച്വൽ അപ്രോച്ച്, ആത്മീയമായ വചനത്തോടുള്ളതായ സമീപനം അത് നടന്നു വരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും യൂട്യൂബിലൂടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഈ ബൈബിൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നു. പലരും അത് കേൾക്കുന്നു. ഒരുപക്ഷെ എത്ര ആളുകൾ കേൾക്കുന്നുവെന്ന് ഞങ്ങൾ നോക്കാറില്ല. കാരണം ഈ റെക്കോർഡ് ചെയ്തതായ ഈ ദൈവിക സന്ദേശങ്ങൾ, ദൈവവചനങ്ങൾ അത് റെക്കോർഡ് ചെയ്തിടുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ഏതാനും പേരെ കാണുന്നുള്ളൂ എന്നുള്ളതും അതൊരു പോരായ്മയല്ല. വരും കാലങ്ങളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ വരും കാലങ്ങളിൽ ലോകം എവിടെയുമുള്ള ആർക്കും ഇത് കേൾക്കാൻ ഇടയാകണം. ഏത് സമയത്തും ജീവിതത്തിൻ്റെ താഴ്ചകളിലോ വീഴ്ചകളിലോ പരാജയങ്ങളിലോ നിരാശയുടെ അനുഭവങ്ങളിലൂടെയോ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അവർക്ക് ഈ മെസ്സേജുകൾ കേൾക്കുവാനും അനുഭവിപ്പാനും ഇടയാകണം. അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും താല്പര്യമുള്ളവർക്കും ഇങ്ങനെ നിരന്തരം എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്നതായ ഈ ബൈബിൾ ക്ലാസ് അവർക്ക് അതിലും പ്രയോജനം കിട്ടുവാൻ ഇടയാകണം. എന്നാൽ ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ വചനം കേൾക്കുന്നത് മൂലം, കൈക്കൊള്ളുന്നത് മൂലം, ഗ്രഹിക്കുന്നത് മൂലം വചനമാവുന്ന ക്രിസ്തു ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരികയും അവർക്ക് രക്ഷ എന്ന ദൈവീക ദാനം ലഭിക്കാൻ ഇടയാകുകയും വിശുദ്ധീകരണമെന്ന ആഴമേറിയ ക്രിസ്തീയ അനുഭവത്തിലൂടെ കടന്നുപോയി അവർ നിത്യജീവൻ്റെ ഓഹരിക്കാരായി ദൈവരാജ്യത്തിൽ എത്തിച്ചേരണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിത്യജീവൻ നേടണം. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പത്രോസ്ലീഹ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും, അത് യേശു വരും. അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴുവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ്, ദ ഡേ ഓഫ് ദ ലോർഡ്, ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നാം എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഈ അടിസ്ഥാനത്തിൽ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ വചനം ധ്യാനിക്കുന്നത് മൂലം, പഠിക്കുന്നത് മൂലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വവും ആഴവും ശ്രേഷ്ഠതയും ഗൗരവവും നാം ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമെന്നുള്ള നിത്യസത്യം, ആ വലിയ വാഗ്ദത്തം, അതിനുവേണ്ടി തന്നെത്താൻ ഒരുങ്ങുക, അനേകരെ ഒരുക്കുക. ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ യൂട്യൂബിൽ എത്ര പേര് കണ്ടു എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അത് ഞങ്ങളുടെ വിഷയമേ അല്ല. ഒരാൾ കണ്ട് മാനസാന്തരപ്പെട്ടാൽ, ഈ തിരുവചനം ഒരാളൊന്ന് ഗ്രഹിച്ച് അവർ രക്ഷയിലേക്ക് വന്നാൽ, അത് സർവ്വലോകത്തെക്കാളും വിലയേറിയ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണെന്നും അത് നടക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്നും മാലാഖമാർ ആർപ്പിടുമെന്നുള്ള ആ നിത്യസത്യം ഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നു. ഫോർ മൈ ജീസസ് സാജു ആൻഡ് സാലി എന്ന ഞങ്ങളുടെ മറ്റൊരു യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ 5:30 10 മിനിറ്റിൽ കുറയാത്ത ഒരു ദൈവിക സന്ദേശം വിടുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും എൻ്റെ പ്രിയ ഭാര്യ സാലി എഴുതിയതോ മറ്റേതെങ്കിലും ദേവദാസന്മാർ എഴുതിയതോ ആയ ഗാനങ്ങളും ഞങ്ങൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, വചനത്തോടടുക്കുന്നവൻ ദൈവത്തോടടുക്കുന്നു, വചനത്തിൽ നിന്നും അകലുന്നവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഇതൊരു സത്യമാണ്. വചനം ദൈവമാണ്.
വചനം. ഹല്ലേലൂയ. വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഈ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനത്തിന് അത്ഭുതകരമായ കഴിവുകളുണ്ട്, ശക്തിയുണ്ട്. വചനം അയച്ച് ദൈവം സൗഖ്യം തരും. വചനം അയച്ച് ദൈവം വിടുവിക്കും. വചനം അയച്ച് ദൈവം ശുദ്ധീകരിക്കും. വചനമയച്ച് വലിയ ബാധകൾ മാറ്റും. വചനമയച്ച് ദൈവം എറിഹോ കോട്ടകൾ തകർക്കും. വചനത്തിൻ്റെ ശക്തി. ദൈവം ഒന്ന് കൽപ്പിക്കുന്നു, അത് മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാമോ? ദൈവവചനം പ്ലസ് മനുഷ്യൻ്റെ അനുസരണം സമം അത്ഭുതം. ദൈവം ഒന്ന് കൽപ്പിക്കുന്നു, മനുഷ്യർ അത് വിശ്വസിച്ച് അനുസരിക്കുന്നു, ഉറപ്പായിട്ടും അത്ഭുതം നടക്കും. അത്ഭുതങ്ങളുടെ കാലമൊന്നും തീർന്നിട്ടില്ല പ്രിയരെ. പലരും പറയുന്നു അത്ഭുതമൊക്കെ തീർന്നു, പണ്ടുണ്ടായിരുന്നുള്ളൂ. അല്ല, ഇന്നും അത്ഭുതമുണ്ട്. കാരണം അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. പോകട്ടെ, ഞാനിങ്ങനെ ആമുഖം പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. എന്താണ് നമ്മുടെ വിഷയം? പരിശുദ്ധാത്മാവ് എന്ന വിഷയം. ഈ വിഷയം തന്ന ദൈവത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത്യന്തം ശ്രേഷ്ഠകരമായൊരു വിഷയം. വേദവസത്തിലെടുത്ത് പഠിപ്പിക്കാൻ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട്, ഇല്ലേ? എന്നാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു വിഷയമല്ല, ഒരു വ്യക്തി. അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, അത് ആത്മാർത്ഥമായി നാം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളം ചലിക്കും. ഈ പരിശുദ്ധാത്മാവിനെ മാനിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കുക, പരിശുദ്ധാത്മാവ് പറയുന്ന ശുദ്ധീകരണം ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുസരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ ആ ഒരു ക്രിസ്തീയ ജീവിതം, ദൈവവേല എല്ലാം അനുഗ്രഹപ്രദമാണ്. ഈ പരിശുദ്ധാത്മാവിനെ മുൻനിർത്തി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കൃപകളും വരങ്ങളും ഫലവും നമ്മുടെ മേൽ പകരും. ദർശനമില്ലാത്തടത്ത് ജനം വഴിവിട്ട് പോകും. കൃപാവരങ്ങൾ ആത്മീയ ശുശ്രൂഷയിൽ അത്യന്താപേക്ഷിതമാണ്. വാളെടുത്തവനല്ല വെളിച്ചപ്പാടെന്ന് പറയുന്ന ആ ഒരു ആത്മീയ ശുശ്രൂഷയല്ല ഞാൻ പറയുന്നത്. കർത്താവിന് സ്തോത്രം. നമ്മുടെ മുമ്പിൽ ഒരു ആത്മാവ് വരുമ്പോൾ, ഒരു മനുഷ്യൻ വരുമ്പോൾ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവാണോ ദുരാത്മാവാണോ വ്യാപരിക്കുന്നത്, അന്ധകാരത്തിൻ്റെ ആത്മാവാണോ വ്യാപരിക്കുന്നത് തിരിച്ചറിയുന്ന ഡിസേൺമെൻറ്റ്, ആത്മാക്കളുടെ വിവേചനം കൃപാവരമാണ്. അതില്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ ഉത്തംഗ ശൃംഗത്തിലെത്തിയിരിക്കുകയാണ്. ഒരാത്മീയവും ഇല്ലാത്തവൻ ആത്മീയനാണെന്ന് നടിക്കും. പാപത്തിൻ്റെ അഗാധതയിൽ ജീവിക്കുന്നവൻ ആത്മനിറവിലാണ് ജീവിക്കുന്നതെന്ന് പറയും. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയും അടിയും വഴക്കുമായി കഴിയുന്നവർ, അവർ നല്ല കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മുന്നോട്ട് വരുമ്പോൾ നല്ല ആത്മീയനായി ചമയും. വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്ന് വേദവസത്തിലുണ്ട്. പിശാച് താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആത്മീയ ജീവിതം ഫലവത്തായി പോകണമെങ്കിൽ കൃപാവരങ്ങൾ വേണം, അത്യന്താപേക്ഷിതമാണ്. അത് മാറ്റി നിർത്തി അതൊന്നും വേണ്ട, വചനശുശ്രൂഷ മാത്രം അങ്ങ് നടത്തി, അല്ലെങ്കിൽ കുറച്ച് വർഷിപ്പ് മാത്രം അങ്ങ് നടത്തി, അങ്ങനെ മുന്നോട്ട് പോയാൽ എല്ലാം റെഡിയായെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ എന്തിനാണ് പ്രിയരെ കർത്താവ് ഈ കൃപാവരങ്ങൾ വെച്ചിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അത് സഭയുടെ ആത്മീയ പുരോഗതിക്കാണ്, ആത്മീയ അഭിവൃദ്ധിക്കാണ്. ആത്മീയമായ അഭിവൃദ്ധിയും പുരോഗതിയും വേണമോ? കൃപാവരങ്ങൾ ജ്വലിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞു, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ അത് ജ്വലിപ്പിക്കണം. ഇന്ന് കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു. എൻ്റെ പ്രിയരെ, പ്രവചനം വേണം, ദർശനം വേണം, വിവിധ ഭാഷകൾ വേണം, ഭാഷകളുടെ വ്യാഖ്യാനം വേണം, ആത്മാക്കളുടെ വിവേചനം വേണം, ജ്ഞാനത്തിൻ്റെ വചനം വേണം, പരിജ്ഞാനത്തിൻ്റെ വചനം വേണം, വിശ്വാസം വേണം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. വീര്യപ്രവൃത്തികൾ വേണം, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ വേണം. എന്നാൽ അതോടൊപ്പം തന്നെ ആത്മഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, 9 ഫലങ്ങളും 9 വരങ്ങളും വേണം. എന്നാൽ വരങ്ങൾ വേറെയുമുണ്ട്. പരിപാലന വരം, സ്നേഹമെന്ന ഏറ്റവും വലിയ വരം. ഞാൻ മനുഷ്യരെയും ദൂതന്മാരെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ.
എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. കാരണം സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. നമുക്ക് എത്ര കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും ദയ കാണിക്കാനും സ്നേഹം നമ്മളിലൂടെ പ്രവഹിക്കാനും ഇടയാകുന്നില്ലെങ്കിൽ പ്രയോജനമില്ലെന്ന് പറയുന്നു. മുഴങ്ങുന്ന ചെമ്പാണ്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി കിടക്കുന്നു. ദൈവവചനം, എനിക്ക് കൃപാവരം എല്ലാം ഉണ്ട്, പക്ഷെ ആത്മഫലം എന്നിലൂടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ നമ്മൾക്കിടെ ആത്മാവിന് പ്രയോജനം കിട്ടുകയില്ല. ജനത്തിന് പ്രയോജനം കിട്ടും, സഭയ്ക്ക് പ്രയോജനം കിട്ടും. എൻ്റെ പ്രിയരെ, ഇതെല്ലാം ഒത്തുചേർന്ന് നമ്മെ നയിക്കാനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിവേകം, ബുദ്ധി, ജ്ഞാനം, അറിവെല്ലാം ദൈവം പകർന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആമുഖം എന്തുകൊണ്ടോ ഇങ്ങനെ അല്പം പറഞ്ഞ് നീട്ടി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ഉൽപ്പത്തി മുതൽ നാം ചിന്തിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണ്ടു തുടങ്ങിയ നമ്മൾ തുറന്നുള്ളതായ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, ശമൂവേൽ, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യാവ്, എസ്തർ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, യെശയ്യാവ്, അവിടം വരെ വന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 40-ഉം 42-ഉം അധ്യായത്തിലുള്ള ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ. ഏതാണ്ട് 21-ാമത്തെ എപ്പിസോഡ്. 22-ാമത്തെ എപ്പിസോഡായ ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം പറയുകയാണ്, മകനെ, നിന്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവിടെ തീരുകയില്ല. ഈ ആത്മാവ് ഒരു നദി പോലെയാണ്. പരിശുദ്ധാത്മാവ് ഒരു നദിയോടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങ് ഏദൻ തോട്ടത്തിൽ ഒരു നദി പുറപ്പെട്ടു, തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അത് പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് എന്ന 4 കൈവഴിയായി ഒഴുകി തോട്ടത്തെ മുഴുവൻ നനച്ചു എന്ന്. ഓ ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദാഹിക്കുന്നിടത്തേക്ക് ഒഴുകുന്നു, താണനിലത്തേക്ക് ഒഴുകുന്നു, വിശ്വസിക്കുന്നിടത്തേക്ക് ഒഴുകുന്നു, അനുസരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുന്നു, കാത്തിരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നദി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഉത്സവത്തിൻ്റെ അവസാന ദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് ഒരു നദിയാണ്, പക്ഷേ കൈവഴിയായി നദികളായി ഒഴുകും. എന്താണിത് സൂചിപ്പിക്കുന്നത്? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കുകയില്ല. അത് നിറഞ്ഞ് 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 ഒഴുക്കായി അനേകരിലേക്ക് ഒഴുകും. അതാണ് യഥാർത്ഥ ദൈവവേല. എന്താണ് കർത്താവിൻ്റെ മഹത്വമുള്ള വേല എന്ന് പറഞ്ഞാൽ, ഒരാളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഒഴുക്ക്, നിറവ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു. അത് വചനമായി ഒഴുകുന്നു, ആശ്വാസമായി ഒഴുകുന്നു, പ്രാർത്ഥനകളായി ഒഴുകുന്നു, കരുതലായി ഒഴുകുന്നു, സ്നേഹമായി ഒഴുകുന്നു. ഹല്ലേലൂയ! അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹമില്ലെങ്കിൽ ഇല്ല, ഒഴുക്കില്ല. കരുണയില്ലെങ്കിൽ, ആർദ്രയില്ലെങ്കിൽ, എമ്പതി ഇല്ലെങ്കിൽ, സ്തോത്രം. എന്നാൽ എനിക്ക് എമ്പതിയുണ്ട്, കരുണയുണ്ട്, ആർദ്രതയുണ്ട്, എല്ലാം ഉണ്ട്, അതുകൊണ്ട് എന്നിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുകുണ്ടെന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ വരുന്ന ചില ഫലങ്ങൾ ആണ് ദൈവികമായ ഫലങ്ങളായി കാണുന്നത്. കർത്താവിന് സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവചനത്തിലൂടെ പറയുകയാണ്, ഞാൻ നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെ പകരും, പരിശുദ്ധാത്മാവിനെ പകരുമെന്ന്. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക, നിന്നെ ഉരിവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. സ്തോത്രം. എന്ത് മനോഹരമാണ് ആ വാക്കുകൾ. എൻ്റെ ദാസനായ യാക്കോബേ, വാത്സല്യത്തോടെ ജീവനുള്ള ദൈവം വിളിക്കുകയാണ്.
എൻ്റെ പ്രിയരെ, ആ വാത്സല്യം നമ്മിൽ നിറയണം. നമ്മുടെ സന്താനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെടണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം വിലയുള്ളവരായി നിൽക്കണം. മാതാപിതാക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ വിലയുള്ളവരായി നിന്നാൽ നിങ്ങളുടെ മക്കളുടെ മേൽ കർത്താവ് തൻ്റെ ആത്മാവിനെ പകരും, തൻ്റെ വചനം പകരും. അവർ രക്ഷയിലേക്ക് വരാൻ ഇടയാകും, അവർ ദൈവവേലയിലേക്ക് വരാൻ ഇടയാകും. സ്തോത്രം. മാത്രമല്ല, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക. ആദ്യം യാക്കോബ് എന്ന് വിളിക്കുന്നു, എന്നാൽ യാക്കോബ് മാറി ഇസ്രായേലാകുന്നു. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു മാറ്റം വേണം. യാക്കോബായിരുന്നപ്പോഴാണ് ദൈവം യാക്കോബിനെ വിളിച്ചത്. പക്ഷേ യാബോക്കിൻ്റെ കടവിൽ വെച്ച് യാക്കോബ് ഇസ്രായേലായി മാറി. ഉപായിയായ യാക്കോബ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറി, ദൈവത്തിൻ്റെ പ്രഭുവായി മാറി. ഈ ഒരു രൂപാന്തരം തമ്മിൽ നടക്കണം. പ്രാകൃതരായിരുന്ന നമ്മെ കർത്താവ് വിളിച്ചു. വീണ്ടും ജഡീകമായ ചിന്താഗതിയിലൂടെ, ആത്മീയമുണ്ട് എന്നാൽ ജഡത്തിൻ്റെ ചിന്തകളുള്ളതായ ആ പോരാട്ടത്തിൻ്റെ അനുഭവത്തിലൂടെ പോയി. പക്ഷേ ജഡീകമായ അവസ്ഥ മാറ്റി കർത്താവ് നമ്മെ ആത്മീയരാക്കുന്നു. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, നാച്ചുറൽ മാൻ, കാർമൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ, ഈ അവസ്ഥയിലൂടെ പോകുന്നു. ഇനി കർത്താവ് നമ്മെ തേജസ്കരിക്കും. അത് അടുത്ത ലെവലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പടികളാണ്. നാം ഇന്ന് ഏതവസ്ഥയിലാണ്? പ്രവർത്തനങ്ങളും സംസാരങ്ങളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും കുടുംബത്തിലുള്ളതായ അന്തരീക്ഷങ്ങളെല്ലാം പ്രാകൃതമാണ്. നമ്മൾ ആത്മീയരായിട്ടില്ല എങ്കിൽ ചിന്തിക്കണം. ഇനി പോകട്ടെ ജഡീക അവസ്ഥ. ആ ജഡീക അവസ്ഥ എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിൻ്റെ അവസ്ഥയാണ്. ജഡത്തിൻ്റെ പോരാട്ടങ്ങൾ, എന്നാൽ ആത്മീയത്തിൻ്റെ ചില അംശങ്ങൾ തമ്മിലുണ്ട്. അതൊരു സീസണാണ്, ഒരു പോരാട്ടം. പക്ഷേ കർത്താവ് പോരാട്ടത്തിൽ വിജയിച്ച് നമ്മെ സ്പിരിച്വൽ മാനാക്കുന്നു, ആത്മീയനാക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ പോരാട്ടം. അത് ശുദ്ധീകരണമാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ പ്രകടമായ പാപങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് ഏതെങ്കിലും ചിന്താഗതിയിലോ മനോഭാവത്തിലോ നമുക്ക് തെറ്റുവരുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തിരുത്തി നാം ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു സ്പിരിച്വൽ അനുഭവം. എന്നാൽ അതിലും നിൽക്കുന്നില്ല. ക്രിസ്തു എന്ന തലയോളം വളരുക എന്ന ക്രിസ്തുവിൻ്റെ ദ വെരി ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുക എന്ന വലിയ നിലവാരത്തിലേക്ക് നാം അനുദിനവും വളരുന്നു. നാം തേജസ്കരണത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കുന്നു. ഇതൊരു മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. പ്രകൃതിയാൽ ജാതികളായിരുന്നു നമ്മെ വെട്ടിയെടുത്ത്, കാട്ടൊലുവായിരുന്നു നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലുവായ ഒലിവ് വൃക്ഷത്തോട് ചേർത്ത് ഒട്ടിച്ചു. ഒട്ടിക്കാൻ ഉപയോഗിച്ചത് യേശുവിൻ്റെ രക്തമാണ്. സ്തോത്രം. കഴുകുന്നത് യേശുവിൻ്റെ രക്തമാണ്, വീണ്ടെടുക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തരുന്ന യേശുവിൻ്റെ രക്തത്താലാണ്. നമ്മുടെ സ്വഭാവം മാറിയോ? ഒരു പൈസയുടെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നമുക്ക് നോവുന്ന കാര്യം വരുമ്പോൾ, നമുക്ക് 10 പൈസ നഷ്ടപ്പെടുന്ന കാര്യം വരുമ്പോൾ നാം എങ്ങനെ നിൽക്കുന്നു? ചിന്തിക്കണം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ സ്വഭാവം മാറി. ഞാനും ആത്മീയനാണ്, ഞാനും ദൈവവേല ചെയ്യുന്നവനാണ്, ഞാനും വചനം ഘോരം പറയുന്നവനാണ്, എനിക്ക് വചനത്തിൽ ഒത്തിരി ആഴങ്ങളൊക്കെ അറിയാം, ഞാൻ മറ്റുള്ളവർ ഉപദേശിക്കാൻ സമർത്ഥനാണ്. അതൊന്നും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ മാറ്റം വരുത്തുകയില്ല. ഇതൊക്കെ പറയാം, നമുക്ക് കുറേ അഭിമാനങ്ങൾ പറയാം. പക്ഷേ സ്വന്തം കുടുംബത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മുടെ ജീവിതം മാറണം. ഭാര്യയും ഭർത്താവും ഒരു മനസ്സാകണം. മോനെ, നീ പ്രകടമായ പല ഭാഗങ്ങളിൽ പോകില്ലായിരിക്കാം, പക്ഷെ നീ കോപിക്കുന്നവനാണോ? പ്രകടമായി വ്യഭിചാരമില്ല, മദ്യപാനമില്ല, കൊലപാതകമില്ല, ഞാൻ ഓൾറൈറ്റാണ്, പ്രകടമായി ഒരു പാപത്തിനും ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മോനെ, നിനക്ക് കോപം ഉണ്ടെങ്കിൽ പോയില്ലേ, നീ കൊലപാതകനായി. നിനക്ക് നീരസവും കയ്പും വന്നാൽ പോരെ? സഹോദരനോട് നിസ്സാര എന്ന് പറയുന്ന, സഹോദരങ്ങളെ മുൻവിധിയോടെ കാണുന്ന, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ മക്കളെ നിസ്സാരെന്ന് കാണുന്ന ഒരു പ്രകൃതി എന്നിൽ ഉണ്ടെങ്കിൽ നീ കൊലപാതകനായി പോയി മോനെ. നിനക്ക് അഭിമാനിക്കാൻ എന്തുണ്ട്? സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ പ്രിയമക്കളെ, സഹോദരൻ എന്ന് പറയപ്പെട്ടവരെ വിധിക്കുന്നു, അവൻ്റെ ആത്മീയ വളക്കുന്നു. അവനൊരു അന്യഭാഷ പറഞ്ഞാൽ അവനെ കുറ്റം പറയുന്നു, അവനിലൂടെ ഒരു കൃപാവരം ചോദിച്ചാൽ അവനെ വലിച്ചു കീറുന്നു സോഷ്യൽ മീഡിയയിലൂടെ. എന്നിട്ട് ഞാനും ആത്മീയനാണെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവനവൻ്റെ ചില പ്രിൻസിപ്പിൾസ് സ്ഥാപിക്കാൻ വേണ്ടി ഘോരം പ്രസംഗിക്കുന്നു. അതല്ല ജീവിതം. സ്വഭാവം മാറുന്നതാണ് ജീവിതം. കുടുംബത്തിൽ സ്വന്തം ഭാര്യ സാക്ഷ്യം പറയുമോ? മോനെ, നിന്നെക്കുറിച്ച് നിന്റെ ഭാര്യ എന്തു പറയും? നിന്റെ ഭർത്താവ് എന്തു പറയും? നിന്റെ മക്കൾ എന്തു പറയും? നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെന്തു പറയും? നിന്റെ ചർച്ചിലുള്ളവരെന്തു പറയും?
മറ്റുള്ളവർ പോട്ടെ, ഏതെങ്കിലും ദൂരെ പോയി ആരുമില്ലാത്ത സ്ഥലത്ത് പോയി സാക്ഷ്യം പറയുക എളുപ്പമാണ്. ഞാൻ പറയിച്ചോടെ എളുപ്പമാണ്. പിന്നെ ആരും കാണുന്നില്ല, ഭാര്യ കൂടിയില്ല, ഭർത്താവ് കൂടിയില്ല, എന്നും കാണുന്ന അയൽക്കാർ കൂടിയില്ല, പക്ഷേ സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യമേ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞു, 1-ാം അധ്യായം 8-ാമത്തെ വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. ഞാനൊന്ന് തീർത്ത് പറയാം, തെളിച്ചു പറയാം. രക്ഷിക്കപ്പെട്ടു, സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യം പ്രാപിക്കാതെ മോനെ നീ വേറെ പല സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക്, ഈസ്റ്റ് ഇന്ത്യയിലേക്ക്, വെസ്റ്റ് ഇന്ത്യയിലേക്ക് ഓടരുത്. സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യം പ്രാപിക്കണം. ഇച്ചിരി സമയം എടുത്തോട്ടെ, തിരക്ക് പിടിക്കണ്ട. ഇന്ന് രക്ഷിക്കപ്പെട്ടു, നാളെ നോർത്ത് ഇന്ത്യയിലേക്ക് കയറി നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ഉണ്ടെന്ന് ഓടിപ്പോയാൽ മോനെ നീ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ നീ പ്രാകൃതനായി പോകും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്വന്തം നാവ് ഏൽപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ സാക്ഷികളാകണം. സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ചർച്ചിൽ, സ്വന്തം രംഗത്ത്, സ്വന്തംക്കാരുടെ ഇടയ്ക്ക്, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, സ്വന്തം മക്കളുടെ മുമ്പിൽ സാക്ഷ്യമുണ്ടോ? ഇല്ലെങ്കിൽ ആ സാക്ഷ്യം പ്രാപിച്ചിട്ട് വേണം പോകാൻ. പിന്നെ തിരക്ക് പിടിക്കരുത്. നിന്നെ കൊണ്ട് അയൽക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവര്, നിന്റെ കൂടെ ദൈവവേല ചെയ്യുന്നവര് പറയണം. സാധു സുന്ദർ സിംഗ് ഒരു ഹൈന്ദവ സന്യാസിയായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെട്ട ഒരു വലിയ കൂട്ടത്തിന്റെ കൂടെ നടന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു, ദൈവവേല. പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി, ആ രക്ഷിക്കപ്പെട്ടവരെന്ന് പേര് പറഞ്ഞ അനേകരുടെ ജീവിതം കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ഹൈന്ദവ മതത്തിലേക്ക് ഞാൻ തിരിച്ചു പോയാലോ, അതാണല്ലോ ഇത്തിരി കൂടി ഭേദമെന്ന്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾ വായിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഹല്ലേലൂയ. ജീവിതത്തിൽ മാറ്റം വന്നതിന് ശേഷം വേണം ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ. ചാടിപ്പിടിച്ച് ഓടിപ്പോകരുത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങണമെങ്കിൽ കർത്താവിന് സ്തോത്രം, പക്വത വേണം, പാകത വേണം, സാക്ഷ്യം വേണം. സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ജോലി സ്ഥലത്ത്, സ്വന്തം ചർച്ചിൽ. മോനെ, എന്നിട്ട് ജോലിയിൽ നിനക്ക് വിശ്വസ്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിനക്ക് ദൈവവേലയിൽ വിശ്വസ്തനാകാൻ പറ്റും? നിനക്ക് 10 പൈസയുടെ കാര്യത്തിൽ വിശ്വസ്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിനക്ക് ദൈവവേലയിൽ വിശ്വസ്തനാകാൻ പറ്റും? നിന്റെ ഭാര്യയുടെ മുമ്പിൽ നീ വിശ്വസ്തനല്ലെങ്കിൽ നിനക്ക് കർത്താവിനോട് എങ്ങനെ വിശ്വസ്ത പുലർത്താൻ പറ്റും? പ്രിയ മകളെ, നിന്റെ ഭർത്താവിനോട് നിനക്ക് വിശ്വസ്ത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യേശുവിനോട് എങ്ങനെ വിശ്വസ്ത പുലർത്താൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കളിയല്ല പ്രിയരെ, ക്രിസ്തീയ ജീവിതം കളിയല്ല, ദൈവവേല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ സന്തതിമേൽ പകരണമെങ്കിൽ നാം ഇസ്രായേലായി മാറണം. പണ്ടും കോപിക്കും, ഇപ്പോഴും കോപിക്കും. പണ്ടും ഭാര്യയോട് ദേഷ്യപ്പെടും, ഇപ്പോഴും ദേഷ്യപ്പെടും. പണ്ടും കൂടെയുള്ളവരോട് വിറഞ്ഞു കോപിക്കും, ഇപ്പോഴും അതേ കോപം. മാറ്റമുണ്ടോ എന്ന് ചിന്തിക്കണം. സ്തോത്രം. കാരണം ഞാൻ ഈ കോപത്തെക്കുറിച്ച് പറയാൻ കാരണം, കോപിക്കുന്നവൻ കൊലപാതകയാണെന്ന് കർത്താവ് പറയുന്നിട്ടുണ്ട്, അല്ലേ? ഞാൻ അന്യ സ്ത്രീ ഒന്നും തൊട്ടിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, അയ്യോ അഴുക്കൊന്നും എനിക്ക് വന്നിട്ടില്ല, ഞാൻ 10 പൈസ ആരെ എടുത്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്നയാളാണ്, പക്ഷെ ഉറഞ്ഞു കോപിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തികഞ്ഞവനായിട്ട് പറയുകയല്ല പ്രിയരേ. പക്ഷേ കോപിക്കുമ്പോഴും ഞാൻ കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്ന അപകടത്തിലേക്ക് പോകരുത്. അയ്യോ എനിക്ക് ദ്രവ്യാഗ്രഹമൊന്നുമില്ല, പക്ഷേ മോനെ ദൈവവേലയ്ക്ക് പോകാൻ നിനക്ക് സമയമുണ്ടോ? നിന്റെ സ്വന്തം ഫാമിലിയായിട്ട് ചെലവഴിക്കാൻ നിനക്ക് സമയമുണ്ടോ? നിന്റെ ഭാര്യയോടുകൂടെ, നിന്റെ മക്കളോടുകൂടെ, നിന്റെ മാതാപിതാക്കളോടുകൂടെ നിനക്ക് ചെലവഴിക്കാൻ സമയം ഇല്ലാതെ നീ ജോലിക്ക് അടിമയാണെങ്കിൽ നീ ദ്രവ്യാഗ്രഹിയാണ്. അയ്യോ ജോലി ചെയ്ത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് നീ പറയുന്നു. പക്ഷേ മോനെ, നിന്റെ ഉള്ളിൽ പണം സമ്പാദിക്കാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ് നീ ജോലി ചെയ്യുന്നത്. ഏത് ഈ കാര്യങ്ങൾക്കൊന്നും ദൈവവേലയ്ക്ക് സമയമില്ല, സഭയിൽ പോകാൻ സമയമില്ല, കൂട്ടായ്മ ആചരിക്കാൻ സമയമില്ല, സ്വന്തം ഭാര്യയോടൊത്ത്, മക്കളോടൊത്ത്, മാതാപിതാക്കളോടൊത്ത്, പ്രിയപ്പെട്ടവരോടൊത്ത് നിനക്ക് സമയം ചെലവഴിക്കാൻ കിട്ടുന്നില്ല. ദ്രവ്യാഗ്രഹമാണ് അതിന് പിന്നിൽ വ്യാപരിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഞാൻ എന്നോടും കൂടിയാണ് വെട്ടുന്നത് കേട്ടോ. ഇരുവാരത്തിലുള്ള വാളിട്ടാണ് ഞാൻ വെട്ടുന്നത്. സ്തോത്രം. വചനമാകുന്ന വാൾ എന്നെയും വെട്ടട്ടെ. കർത്താവേ, എനിക്കും രൂപാന്തരം തരണം, എനിക്കും ശുദ്ധീകരണം തരണം, എന്നെയും മാറ്റണം, എന്നെയും രൂപാന്തരപ്പെടുത്തണം. അതാണ് എൻ്റെ ആഗ്രഹവും കൊതിയും. ഞാൻ ഉപദേശിക്കാനിരിക്കുകയല്ല, ഉപദേശിയുടെ കസേരയിൽ കയറിയിരിക്കുകയല്ല. ഞാനും ദൈവത്തിൽ നിന്ന് കേൾക്കാൻ എൻ്റെ കാതുകൾ കൂർപ്പിച്ച് എൻ്റെ ഹൃദയം ഏകാഗ്രമാക്കിയിരിക്കുകയാണ്. നാം എന്താണ് പറഞ്ഞത്? നമ്മുടെ സന്താനത്തിൻ്റെ മേൽ ആത്മാവിന് വരണമെങ്കിൽ നാം ഇസ്രായേലായി മാറണം. മാത്രമല്ല, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നീ വാസ്തവമായി ജീവനുള്ള ദൈവത്തിന്റെ ദാസനായി ദൈവത്തിന്റെ മകനായി നിന്നാൽ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നീ പരവേശപ്പെടണ്ട. അയ്യോ കർത്താവേ, കറണ്ട് ചാർജ് അടച്ചില്ല, വാടക കൊടുത്തില്ല, പലിശ അടച്ചിട്ടില്ല, ലോൺ അടച്ചിട്ടില്ല, നീ വിചാരപ്പെടണ്ടെന്ന്.
നീ വിചാരപ്പെടണ്ടെന്ന്. എന്താ കർത്താവ് പറഞ്ഞത്? എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരൂനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ഞാൻ എല്ലാം ചെയ്തോളാന്ന്. ഓരോ നിന്റെ മക്കളെക്കുറിച്ചും, നീ മക്കൾ വലുതായ എന്ത് ചെയ്യും, എങ്ങനെ കെട്ടിച്ചുവിടും, എങ്ങനെ പഠിപ്പിക്കും, അങ്ങനെയൊന്നും ഓർത്ത് നീ വലയണ്ട. നിന്റെ സന്തതിമേൽ ഞാൻ എൻ്റെ ആത്മാവിന് പകരും. ആത്മാവ് വന്നാൽ പിന്നെ എല്ലാം ആയില്ലേ പ്രിയരെ. നമ്മുടെ യൗവനക്കാരുടെ മേൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ അവരുടെ പഠനമോ അവരുടെ ഭാവിയോ അവരുടെ വിവാഹമോ ഒക്കെ കർത്താവ് നോക്കിയോളും. നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിപ്പണ്ട. കർത്താവ് എൻ്റെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ്, യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനേകം വാഗ്ദത്തങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പകരും. നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ സന്താനത്തിൻ്റെ മേൽ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. അത് പിന്നീട് നമുക്ക് വിശദമായി പറയാം. എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഓ ഹാല, ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല. അത് വാഗ്ദത്തമാണ്, ദൈവീക വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തിനായി നമുക്ക് കാത്തിരിക്കാം, നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ വിശദീകരിക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ ഇഷ്ടത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറാനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സന്ദർശിക്കട്ടെ. ഒരു വലിയ ആത്മീയ പ്രകാശം, ഒരു പവർ ഹൗസിൽ നിന്ന് വരുന്ന പോലൊരു പ്രകാശം. ഇതുവരെ ചെറിയ മിന്നാമിന്നിങ്ങിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു, അല്ല ഒരു ബൾബിൻ്റെ പ്രകാശമുണ്ടായിരുന്നു, വലിയ ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശമുണ്ടായിരുന്നു, വലിയ MH പോലുള്ളതായ വലിയ ലൈറ്റിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. എന്നാൽ ഒരു പവർ ഹൗസിൽ നിന്ന് വരുന്ന പ്രകാശം പോലെ, അല്ല സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം പോലെ, നിത്യ തേജോമയനായ നീതിസൂര്യനായ ക്രിസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മിലേക്ക് ഇറങ്ങി നമ്മിലുള്ള അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകാൻ, ശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ളതായി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിലുപരിയായി അനുഭവിക്കുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ.